10 വർഷം മുമ്പ് നടന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തേക്ക് നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാട്ടിൽ എന്തെല്ലാം വാർത്തകൾ ഞാൻ ചോദിക്കട്ടെ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റിനെതിരെ എത്രയോ പത്രത്തിൽ വാർത്ത വരുന്നുണ്ട്, എന്നാൽ അതുകൂടെ കൊടുക്കട്ടെ. കഴിഞ്ഞ 1 പിണറായി ഗവൺമെന്റിനെതിരെ എന്തെല്ലാം വാർത്ത വന്നു? സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ ഫ്രണ്ട് പേജിൽ വാർത്ത വന്നല്ലോ, അതെന്താ കൊടുക്കാത്തെ? അതുകൂടെ കൊടുക്കട്ടെ. അപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തെ മാത്രം എടുത്തു കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട 1 പിണറായി സർക്കാരിന്റെ കാലത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കട്ടെ. രമേശ്, ഇതിന്റെ പ്രധാന വാദം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പവർ കട്ട് ഉണ്ടായിരുന്നു. അതല്ല ഞാൻ പറയുന്നത്, ഞാൻ എന്താ പറയുന്നത്? പവർ കട്ടില്ലെന്നുള്ളതല്ലോ കഴിഞ്ഞ ഗവൺമെന്റ്. എന്നാ പിന്നെ 1 പിണറായി ഗവൺമെന്റ് കാലത്ത് ചെയ്ത എല്ലാ തെറ്റുകളും പത്രത്തിൽ വന്ന് അതുകൂടെ കൊടുക്കട്ടെ. PRD നിഷ്പക്ഷമായി പ്രവർത്തിക്കണ്ടേ? എല്ലാവർക്കും ഉള്ളതല്ലേ? എല്ലാവരുടെയും പണമല്ലേ പോകുന്നത്? നമ്മുടെ എല്ലാവരുടെയും നികുതി പണമല്ലേ PRDയുടെ പണം? അല്ലാണ്ട് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പണമാണോ? ഒരു മര്യാദ വേണം ഇത് കാണിക്കുന്നതിന്. എന്തും ചെയ്ത് കളയാം എന്ന് ആരും ചോദിക്കാനില്ല എന്നുള്ള മട്ടിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും, ഒരു സംശയം വേണ്ട. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കുകയാണ്. എന്ത് മര്യാദകേടും കാണിക്കാം. PRD ഡയറക്ടർ വിനീത വിധേയനായിക്കൊണ്ട് JK സെന്ററിൽ ഇതെല്ലാം ചെയ്യുന്നത്. അല്ല, IAS ഉദ്യോഗസ്ഥനല്ലേ? ഒരു മര്യാദ കാണിക്കണ്ടേ? ഓൾ ഇന്ത്യ സർവീസിലുള്ള ആളല്ലേ? ഒരു മര്യാദ കാണിക്കണ്ടേ? ഇങ്ങനെയാണോ ചെയ്യുന്നത്? കൊടുക്കാത്ത പത്രങ്ങളുണ്ട്, ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം അത് എത്തിക്സ് അല്ല, ധാർമ്മികതയല്ല. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട CPM-ന്. അവർക്ക് ധാർമ്മികതയുള്ളവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ആ ധാർമ്മികത എന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും. ജി സുധാകരന്റെ ഇന്നലത്തെ പോസ്റ്റ് വളരെ ഗൗരവമുള്ള ഒന്നാണ്. കേരളത്തിൽ മന്ത്രിമാരിൽ ഏറ്റവും അഴിമതി നടത്താത്ത ഒരു മന്ത്രി എന്നുള്ള പേരുള്ള ആളാണ് അദ്ദേഹം. PWD വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും ഒരാരോപണം അദ്ദേഹത്തിന്റെ പേര് ഞങ്ങളാരും ഉന്നയിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയാണ്. 63 വർഷം പാർട്ടി പ്രവർത്തിച്ചു. സ്വന്തം കുടുംബത്തിലൊരു രക്തസാക്ഷി വരെയുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തെ 42 വർഷത്തോളം സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായ അദ്ദേഹത്തെ അപമാനിച്ച് പാർട്ടി സെക്രട്ടറി അവഹേളിച്ച് നടപടി ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അത് ഞങ്ങളൊക്കെ രാഷ്ട്രീയമായി എതിർക്കുന്ന ആളാണ്. അദ്ദേഹവുമായി രാഷ്ട്രീയ എതിർപ്പുള്ള ആളാണ്. ഞങ്ങളൊക്കെ മുഖാമുഖം നിന്ന് പോരാടുന്നവരാണ് ആലപ്പുഴ ജില്ലയിൽ. പക്ഷെ ഞങ്ങളാരും ഇന്ന് വരെ ജി സുധാകരനെതിരെ ഒരു ആക്ഷേപവും വേണ്ടില്ല. ആ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തെ 42 വർഷത്തോളം സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായ അദ്ദേഹത്തെ അപമാനിച്ച് പാർട്ടി സെക്രട്ടറി അവഹേളിച്ച് നടപടി ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അത് ഞങ്ങളൊക്കെ രാഷ്ട്രീയമായി എതിർക്കുന്ന ആളാണ്. അദ്ദേഹവുമായി രാഷ്ട്രീയ എതിർപ്പുള്ള ആളാണ്. ഞങ്ങളൊക്കെ മുഖാമുഖം നിന്ന് പോരാടുന്നവരാണ് ആലപ്പുഴ ജില്ലയിൽ. പക്ഷെ ഞങ്ങളാരും ഇന്ന് വരെ ജി സുധാകരനെതിരെ ഒരു ആക്ഷേപവും വേണ്ടില്ല. പക്ഷേ MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പം എന്താ പറ്റിയെന്നറിയില്ല. സ്വന്തം ഭാര്യയുടെ സീറ്റിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ അദ്ദേഹം മറ്റെല്ലാം മറന്നുപോയെന്നത് എല്ലാം മറന്നുപോയി. അദ്ദേഹം ആളുകളെ അപമാനിക്കുകയാണ്. സുധാകരനെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലല്ലേ അദ്ദേഹം പരിഹസിച്ചത്. അപ്പൊ സുധാകരനെ പോലെ ആളിനോട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ജനങ്ങളുടെ പിന്തുണയുള്ള, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ് ജി സുധാകരൻ. അല്ല, അതൊക്കെ അദ്ദേഹം തീരുമാനിക്കാം. ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഒരു ചർച്ച ചെയ്തവരും നടത്തിയിട്ടില്ല. തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം തീരുമാനിക്കാതെ ഞങ്ങളൊരു അഭിപ്രായം ആ കാര്യത്തിൽ പറയുന്നത് അനുചിതമാണ്. അത് ഞങ്ങൾ പറയില്ല. എല്ലാവർക്കും ജാമ്യം കിട്ടിക്കഴിഞ്ഞു അല്ലേ? 4 പേരുണ്ട്, അവർക്കും വൈകാതെ കിട്ടും. ഞാൻ ആദ്യം മുതലേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിലെ പ്രതികളെ സംരക്ഷിക്കാൻ വളരെ ബോധപൂർവമായ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഒരു പാർഷ്യലായിട്ടുള്ള
കുറ്റപത്രമെങ്കിലും കൊടുക്കാമായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. അതുപോലും കൊടുക്കാതെ മുഴുവൻ പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക് കുറ്റപത്രം വൈകിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ്. ഇപ്പൊ എല്ലാവരും പുറത്തായല്ലോ, ഇനി ബാക്കിയുള്ളവരും വൈകാതെ പുറത്തിറങ്ങും. ഈ സുധാകരൻ അഴിമതിയില്ലാത്ത നേതാവാണ്, അദ്ദേഹത്തിന് വിമർശിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ യൂണിയന്റെ കോൺഗ്രസിന്റെ ഒക്കെ പിന്തുണ നേടി നിൽക്കുന്ന മറ്റൊരു നേതാവ് സിപിഎമ്മിലുണ്ട്, പി.കെ. ശശി. തീവ്രത കുറഞ്ഞ ലൈംഗികാതിക്രമമൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹത്തിനെ സംരക്ഷിക്കുമോ? അല്ല, പി.കെ. ശശിയുടെ പേരിൽ CPM എന്തെങ്കിലും നടപടി എടുത്താൽ എനിക്കറിയില്ല. അതുകൊണ്ട് ആരോപണം അവരുടെ പാർട്ടി കോടതി ഒരു നടപടി എടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. CPM അന്വേഷണം പ്രഖ്യാപിച്ചു, പാർട്ടി കോടതി വെച്ചു, എന്നിട്ട് ഒരു നടപടി എടുത്തില്ല. പരസ്യമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസ് നിലനിൽക്കുന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല. തരം താഴ്ത്തി ഉയർത്തുകയൊക്കെ ചെയ്യുന്ന അവരുടെ കാര്യം. P.K. ശശിയെ അത് കഴിഞ്ഞിട്ടാണ് ഇവർ KTDC ചെയർമാനാക്കിയത്, അല്ലേ? ഇതേ പാർട്ടിയും ഇതേ ഗവൺമെന്റും അല്ലേ P.K. ശശിയെ KTDC ചെയർമാനാക്കിയത്? അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുറ്റവും നിയമപരമായോ അല്ലാതെയോ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് CPM തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. പുറത്തു വന്നു കഴിഞ്ഞാൽ അതുവരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ ഇല്ലാണ്ടായി പോകും, അയാളുടെ പേരിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായി പോകും. അല്ല, ഞങ്ങളൊന്നും പറഞ്ഞില്ല. P.K. ശശി അവിടുത്തെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ, അപ്പോഴല്ലേ ഞങ്ങൾ ആലോചിച്ച് പറയുന്നത്. ഞങ്ങളിതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ.